അശോകൻ മാഷ് എനിക്ക് വീണ്ടും പറയാണ്, അശോകൻ മാഷ് മറക്കാൻ പറ്റില്ല. കാരണം ഈ കോളേജിന്റെ ഒരു ജീവസാന്നിധ്യമായിട്ട് ഇവിടെ സോണൽ വോളിബോൾ മത്സരം ഇവിടെ നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അന്ന് ജിമ്മി ജോർജിന്റെ അനിയൻ സെബാസ്റ്റ്യൻ ജോർജൊക്കെ മത്സരിക്കുന്ന അല്ലെങ്കിൽ കളിക്കുന്ന ദേവഗിരി കോളേജ് ടീമുമായിട്ടാണ് നമ്മൾ ആ സോണൽ മത്സരത്തിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയത്. അവരോട് നമ്മൾ ഒരു ഗെയിം പിടിച്ചു വാങ്ങിയാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, പിടിച്ചു വാങ്ങിയാണ് നമ്മൾ അവരോട് പരാജയിച്ചത്. അപ്പൊ അത് എന്താ പറയാ, ഒരു പ്രീഡിഗ്രി മാത്രം 2 ബാച്ചുള്ള ഒരു കോളേജിന്റെ വലിയ വലിയ നേട്ടമായിട്ട് ഇന്നും ഞാനത് കാണുകയാണ്. നമ്മള് പിന്നെ ജയിച്ചു തോൽപ്പിച്ചു. അപ്പൊ അതുപോലെ അത്രയും നല്ല ഇവിടെ നമ്മൾ അധ്യാപകരും വിദ്യാർത്ഥികളും നമ്മുടെ വിദ്യാർത്ഥികളായിട്ട് ഞങ്ങൾ ഇവിടെ വോളിബോൾ കളിച്ചിട്ടുണ്ട്, നമ്മൾ കളിച്ചിട്ടുണ്ട് ഇല്ലേ, മത്സരിച്ച് കളിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ വിളിച്ചതിനും നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിനും സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കും. വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, നിങ്ങളുടെയൊക്കെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഈ ഹോളിൽ ഒരിക്കൽ കൂടി ഒത്തുകൂടാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രവീന്ദ്ര മാസ്റ്റർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ കൂടി പറയാം. മാർക്കേസിൻ്റെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, വാട്ട് മാറ്റേഴ്സ് ഇൻ ലൈഫ് ഈസ് നോട്ട് വാട്ട് ഹാപ്പൻസ് ടു യു ബട്ട് വാട്ട് യു റിമെമ്പർ ആൻഡ് ഹൗ യു റിമെമ്പർ ഇറ്റ്. വാട്ട് മാറ്റേഴ്സ് ഇൻ ലൈഫ് ഈസ് നോട്ട് വാട്ട് ഹാപ്പൻസ് ടു യു ബട്ട് വാട്ട് യു റിമെമ്പർ ആൻഡ് ഹൗ യു റിമെമ്പർ ഇറ്റ്. ഈ അടുത്ത കാലത്ത് 96 എന്നൊരു സിനിമ നിങ്ങളാരെയും കണ്ടിട്ടുണ്ട്? ഒരു തമിഴ് സിനിമ കണ്ടിട്ടില്ല? ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെയും ആ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്നതിൻ്റെയും ആ വികാരം ഏറ്റവും കാവ്യാത്മകമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു സിനിമയാണ്, തമിഴ് സിനിമയാണ് 96. കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ കണ്ട അതിമനോഹരമായ സിനിമ. അത് കണ്ടപ്പോഴാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം, ഞാൻ കുറേ പൂർവ്വ വിദ്യാർത്ഥി, ഞാൻ കൊയിലാണ്ടി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായിരുന്നു, മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായിരുന്നു, മുകേരി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഇങ്ങനെ ബാച്ചിൽ ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള കലാപരിപാടിയാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പോകുമ്പോഴും എനിക്ക് അപ്പോൾ ഇത്രയും ശക്തമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘം, ആ കൂട്ടായ്മ എന്നുള്ള അധികാരം അത്രയും മനോഹരമായിട്ട് ആ ചിത്രത്തിൽ ചിത്രീകരിച്ചിരുന്നു. ഞാൻ ഇവിടെയുള്ള ഒരുപാട് ഓർമ്മകളാണ്. ഞങ്ങൾ വയനാട് ചുരം നടന്ന് കയറിയിട്ടുണ്ട്. താഴെ നിലവരെ കുറേ കുട്ടികൾ നാഗർകോള, അങ്ങനെ സാധാരണ ഞാൻ 3000 കുട്ടികളുടെ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായിരുന്നു. പക്ഷെ അന്നൊന്നും തോന്നാത്ത, നേരത്തെ ഡേവിസ് പറഞ്ഞ പോലെ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് ഈ ഗംഗാനൊക്കെ. ഇവരൊക്കെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കൂടി പോകുമ്പോഴെപ്പോഴും എൻ്റെ വീട്ടിൽ കയറും. അപ്പോൾ ഞാനിപ്പോഴും ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ കോളേജുകളിലൊന്നും വർക്ക് ചെയ്തൊന്നും ആ കുട്ടികളോടൊന്നും ഇത്ര അറ്റാച്ച്മെന്റ് തോന്നിയിട്ടില്ല. ഇന്നിപ്പോൾ തീരെ തോന്നില്ല. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ക്യാമ്പസ് ഞാൻ പറയാം, 1500 കുട്ടികളുണ്ട്. 1500 വ്യത്യസ്ത 1500 ആളെ കഴിയുന്ന വലിയൊരു മൊബൈൽ. 5 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ 5 പേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്, പക്ഷെ 5 പേരും അവരുടെ മൊബൈലിലാണ്. പരസ്പരം സംസാരിക്കാൻ പോലും സമയം, എല്ലാവരും ഏതോ ഒരു ലോകത്താണ്. അതോടൊപ്പം തന്നെ അന്നത്തെ വ്യത്യസ്തമായ കാര്യം, ഇന്ന് ഈ സെമിസ്റ്റർ സിസ്റ്റം വന്നതോടുകൂടി ക്യാമ്പസിന്റെ എല്ലാ സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെട്ടു. കാരണം എപ്പോഴും പരീക്ഷ കഴിഞ്ഞിട്ടുള്ള സമയമില്ല. കുട്ടികൾക്ക് മറ്റു നാടകം കളിക്കാനോ മറ്റെന്തെങ്കിലും പ്രവർത്തനമോ ഒന്നിനും സമയമില്ല. ഒരു പരീക്ഷ കഴിയുമ്പോഴാണ് പരീക്ഷ, ഒരു പരീക്ഷ കഴിയുമ്പോൾ പരീക്ഷ, ഇന്റർണൽ, അസൈൻമെന്റ്, സെമിനാർ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അന്ന് അങ്ങനെയായിരുന്നു. നാടകം കളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരേ സാറിന് നാടകം സംവിധാനം ചെയ്ത് ഈ സ്റ്റേജിൽ നിന്ന് എത്രയോ നാടകങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലേ ചേർന്ന്. അതുപോലെ NSS ക്യാമ്പുകളൊക്കെ മനോഹരമായിരുന്നു അന്നത്തെ ക്യാമ്പുകളൊക്കെ. അപ്പോൾ സാധാരണ വീടിനെ കുറിച്ച് പറയും, ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് ബ്രിക്സ് ആൻഡ് സ്റ്റോൺസ് ബട്ട് എ ഹോം ഈസ് മെയ്ഡ് ഓഫ് ലവ് അലോൺ എന്ന് പറയും. ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് ബ്രിക്സ് ആൻഡ് സ്റ്റോൺസ്, എ ഹോം ഈസ് മെയ്ഡ് ഓഫ് ലവ് അലോൺ. വലിയ ക്യാമ്പസുകൾ, വലിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരുപാട് കോളേജുകളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നുമല്ല ശരി കോളേജ്. അതിൻ്റെ ഒരു ആത്മാവാണ്, അതിൻ്റെ ഒരു സ്നേഹമാണ്, അതിൻ്റെ സൗഹൃദമാണ്. അത് നിറഞ്ഞു നിന്നൊരു ക്യാമ്പസായിരുന്നു. കുട്ടികളൊക്കെ തമ്മിൽ അത്രയേറാണ്. പലരും ഞാനും മുരളി സാറും നേതൃ സാറും താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് പലപ്പോഴും പലപ്പോഴും
പലരും അവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത്. അവർ അവിടെ തന്നെ ഭക്ഷണം കഴിക്കും, അവിടെ നിന്ന് പോകും, ഇടയ്ക്ക് നമ്മളില്ലാതെ തന്നെ അവിടെ കയറും. അങ്ങനെയുള്ളൊരു വല്ലാതെ അങ്ങനത്തെ സാഹചര്യം നിന്ന് കാണാൻ പറ്റില്ല. കുട്ടിയും വലിയ ഡിസ്റ്റൻസിലാണ്. അപ്പം അത്തരമൊരു സ്ഥാപനത്തിൽ നമ്മുടെ ആദ്യകാലത്ത് ഞാനിവിടെ വരുന്നത് 2 വർഷം കോഴിക്കോട് പെൺപിള്ളേരെ മാത്രം ഒരു കോളേജ് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ വരുന്നതിന് മുമ്പേ കോഴിക്കോട് പെൺകുട്ടികൾ മാത്രം. അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം. വളരെ അവിടെ കുട്ടികളെ അടുക്കുന്നതിനൊക്കെ ഒരു പരിധി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം. പിന്നെ CPF പോലുള്ള കൃഷ്ണൻകുട്ടി മാഷ് പോലുള്ള വലിയ ഫാദർ ഫിഗേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അത്തരം ഒരു ക്യാമ്പസിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നതിന് വലിയ സന്തോഷം. നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതും എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിങ്ങളൊക്കെ മാറിയതിൽ വലിയ സന്തോഷം. നിങ്ങൾ 1, 2, 3 ബാച്ചാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഒത്തുകൂടി. നിങ്ങൾ വട്ടപ്പാട്ട് 1ാമത്തെ ബാച്ചിൽ നിന്ന് പറ്റി. അപ്പോൾ ഇനി അടുത്ത തവണ നിങ്ങൾ സംഘടിപ്പിക്കും 1ാം ബാച്ചുകാരെ കൂടി നിങ്ങൾ കൂട്ടിപ്പിടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുടെ പല സ്ഥലത്തും പോയി പലതും അതിൻ്റെ ഒരു ചെറിയൊരു ഷെയർ നിങ്ങളുടെ ഇന്നത്തെ ക്യാമ്പസിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മളിൽ നല്ല ഇവിടെ നേരത്തെ ആരും പറഞ്ഞപ്പോൾ 90% ആളുകൾക്ക് ജോലി കിട്ടി. എന്നാൽ ബാക്കി ഒരു 10% ഉണ്ട്. അതിൽ ആരൊക്കെയൊക്കെ എവിടെയൊക്കെ വഴിയിൽ വീണ് പോയിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ കണ്ടെത്തി ഞാൻ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് കോളേജിൽ ഇത്തരം ഒരു പരിപാടിയിൽ പോയപ്പോൾ അവിടെ 1-2 കുട്ടികൾ അങ്ങനെയുള്ള 1-2 പേരുടെ ചികിത്സാ കാര്യങ്ങളൊക്കെ അവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ അങ്ങനെ ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരുടെ വീടുകളിലൊക്കെ നമ്മൾ കുറച്ച് പേരൊക്കെ ഇടത്തൊക്കെ പോവുകയൊക്കെ ചെയ്താൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അതുകൂടി നിങ്ങൾ മനസ്സിൽ വെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ നിങ്ങൾ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ഞാനിന്ന് സത്യത്തിൽ ഈ ക്യാമ്പസിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എൻ്റെ അഞ്ചിനും വളരെ ഗുരുതരമായ രോഗത്തിലേക്ക് അവരുടെ അടുത്ത് വിട്ടു നിൽക്കാൻ പറ്റാതെ കാരണം വളരെ ഡിസ്റ്റർബ്ഡാണ്. നോക്കിയിട്ടില്ല, വീട്ടിൽ നിന്ന് പോയി കിടക്കുന്നത്. സ്ട്രോക്ക് വന്നു നല്ലൊരു അധ്യാപകനായിട്ട്, പക്ഷേ സ്ട്രോക്ക് വന്ന് പാടാതെ മാറി. അപ്പോൾ അതിൽ നിന്ന് ഒരു അഡ്വാൻറ്റേജ് എലിമെൻ്റാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ അവന് ഇപ്പോൾ നമ്മളെയൊക്കെ വെട്ടിച്ച് പോയി കളയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കാവൽ നിൽക്കണം. അത്തരം സാധ്യത ഞാനോട് ഞാൻ ഇന്നലെയും പറഞ്ഞു ഞാൻ വരില്ല. പക്ഷെ ഇന്ന് രാവിലെ പിന്നെയും ഉണ്ടായിരുന്ന പോണേ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. I keep on coming back here because this is where I found myself. Then I did not realize that. But 40 years of living has repeatedly proved to me, or rather taught me, that what you found of yourself in Perambalur is what you are. And that is the you that you should go on striving to achieve. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ നിങ്ങളോടൊപ്പം ഇവിടെ ഇരുന്ന് വീണ്ടും പഠിക്കാൻ കഴിയുന്നതിനെ വളരെ ധന്യതയേകുന്ന ജീവിതത്തിലെ ഒരു ഇടമായി കണക്കാക്കി വളരെ കൃതജ്ഞതയോടുകൂടി അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. സത്യത്തിൽ ഇത് മാത്രമാണ് എനിക്ക് പ്രസംഗ രൂപേണ എന്നൊക്കെ ഇപ്പോൾ പറയാൻ തോന്നുന്നത്. അതല്ലാതെ ഒന്നും പറയാൻ വരുന്നില്ല. ഒരുപക്ഷെ ഇവിടെ നിങ്ങൾ എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആരോട് പറഞ്ഞതുപോലെ ഞാൻ ഒന്നും അറിയാത്തൊരു കുട്ടിയായിരുന്നു, ചെറിയ ബാലനായിരുന്നു. ഇവിടെ വരുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും പഠിപ്പിക്കാൻ കഴിയുമെന്നോ ഒന്നും ഞാൻ കരുതിയിരുന്നില്ല. ചില ക്ലാസ്സുകളിലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പറയാനായി എന്ന് വളരെ കാലം മറ്റുള്ള എൻ്റെ ഒരുപാട് ശിഷ്യരോട് ക്ലാസ് മുറികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും സത്യമായി എനിക്ക് തന്നെ ബോധ്യപ്പെടുകയായിരുന്നു. പറഞ്ഞത് ഇതാണ്, ഞാൻ പഠിപ്പിക്കാനല്ല നിൽക്കുന്നത്, എനിക്ക് പഠിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. പഠിപ്പിക്കൽ എന്നൊരു പ്രക്രിയ ജീവിതത്തിൽ ഇല്ല എന്നാണ് ഞാൻ എൻ്റെ ഇതുവരെയുള്ള അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അന്ന് പറഞ്ഞ കാര്യമാണ്. നമുക്ക് ചില ആളുകളോട് ചേർന്ന് നിന്ന് കൂടുതൽ പഠിക്കാം. അതാണ് നാം ചെയ്തിട്ടുള്ളത്. ഇന്നും നാം ചെയ്യുന്നത് അതാണ്. ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് വളരെ 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 നന്മകളെ പഠിച്ചിട്ടുണ്ട്, സ്നേഹം പഠിച്ചിട്ടുണ്ട്, സഹവർത്തിത്വത്തെ പഠിച്ചിട്ടുണ്ട്, സൗഹൃദത്തെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണ് എന്ന് പറയുന്നത് അശേഷം സത്യകളിൽ അതാണ് എന്ന പേർക്കും പേർക്ക് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ നിങ്ങൾ എന്നും തന്നു വരുന്ന
സ്നേഹത്തിന്, സൗഹൃദത്തിന് ഞാൻ കൃതജ്ഞത എന്തിനു പറയുന്നു, ഞാനത് ഉള്ളിലേക്ക് എടുക്കുന്നു. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവിടെ നമ്മൾ എന്നെ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നതാണ്. അതുതന്നെ അദ്ദേഹത്തിന് സാധ്യത ഉണ്ടായത് കല കൊണ്ട് മാത്രമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വെയിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പ്രീ ഡിഗ്രി ഒരു ചെറിയ ഡിഗ്രി അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത്രയും നല്ല സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതുകൊണ്ട്. ഈ വേദിയിലാണ് ഞാൻ അന്ന് നാടകം കളിച്ചിട്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ് നേടിയത്. ഞാൻ എൻ്റെ ആദ്യത്തെ നായികയെ ഇന്ന് ഇവിടുന്ന് കണ്ടു. അന്ന് പെൺകുട്ടികളൊന്നും അഭിനയിക്കാൻ വരില്ലേ. നമ്മൾ അഡ്വക്കേറ്റ് വസന്തം അവരോടൊക്കെ ചോദിച്ചു, അവരാരും നിന്നില്ല. അങ്ങനെയാണ് നളിനി എന്ന് പറയുന്ന ടീച്ചർ, ഇന്നത്തെ ടീച്ചർ രണ്ടു വാക്ക് പറയാൻ വേണ്ടി സ്റ്റേജിൽ കയറിയത്. അതൊക്കെ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇപ്പോഴും ഞാൻ ഈ നാടകം തുടരുന്ന ഒരാളാണ്. ഇത്രയും കാലമായി നാടകം തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഗംഗാരാട്ടോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചെറിയ കുട്ടികളുടെ 4 വയസ്സുള്ള UKG കുട്ടികളുടെ നാടകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കേസറ്റ് എൻ്റെ കയ്യിലുണ്ട്. അവരുടെ ഇംഗ്ലീഷ് ഡ്രാമ ഞാൻ ചെയ്തത് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പ്രൊജക്ടർ ഉണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ പിന്നെ KTV കൽപ്പത്തൂർ നാടകകൃത്ത് അതിനകത്തത്. പിന്നെ അതുപോലെ പിന്നെ ഗംഗാധരൻ എപ്പോഴും നമ്മളെ, ഗംഗാധരൻ എന്ന് പറയുമ്പോൾ ഒരു CKG ഈക്വൽ ടു CKG എന്ന് പറയുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, ചന്ദ്രസാറിനെയാണ് പലപ്പോഴും കാണാറുള്ളത്. ഒരുപാട് പ്രോത്സാഹനങ്ങൾ അത് നമുക്ക് തന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരെല്ലാം സാധാരണ നമുക്ക് പറയുന്ന ഒരുപാട് നമ്മുടെ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറയും ബെസ്റ്റ് ടീച്ചർ, എക്സലൻറ്റ് ടീച്ചർ എന്നൊക്കെ പറയും. പക്ഷേ ദേ ആർ ബോണഫൈഡ് ടീച്ചേഴ്സ്. Actually, the quality of a bona fide teacher, whatever he has learned so far here, he is ready to impart. So they imparted a great knowledge. Okay. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ സംഘം നമുക്ക് ഇങ്ങനെ തുടരണം. ഹൗ ക്വിക്ക്ലി ടൈം ഫ്ലൈസ് എന്നാണ്. 40 years. സോ ഇറ്റ് ഈസ്. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള സമയം നമുക്ക് ഇതുപോലെ നേരത്തെ സാറൊക്കെ പറഞ്ഞതുപോലെ നല്ല ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം അത് അനിവാര്യമാണ്. അങ്ങനെ സംഭവിക്കട്ടെ. നന്ദി, നമസ്കാരം. സോറി, എന്നോട് വിട്ടുപോയി. എൻ്റെ പേര് രാമചന്ദ്രനാണ്, VP രാമചന്ദ്രനാണ്. ഞാൻ വെള്ളൂരാണ്, പുറമേരിക്കടുത്ത് വെള്ളൂരാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഈ പിന്നെ 3ാം ക്ലാസ്സുകാരുടെ ഒരു പാഠഭാഗം ഞാനിപ്പോൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് 3ാം ക്ലാസ്സുകാർക്ക് സാധാരണ നാടകം ഇല്ലല്ലോ. അപ്പം അത് BRCയിൽ അവതരിപ്പിച്ചു, എല്ലാ HMമാരുടെ കോൺഫറൻസിൽ അവതരിപ്പിച്ചു. പിന്നെ അത് കയറി രവീന്ദ്രനാഥ് സാർ അത് കണ്ടു. അദ്ദേഹം ആ സ്കൂളിന് അഭിനന്ദനത്തിന് ലെറ്റർ അയച്ചത് കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. രാമചന്ദ്രൻ വെള്ളൂർ. വേദിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കുരുനാഥനാണ്. പ്രിയമുള്ളവരെ, ഞാനിവിടെ 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് പ്രചോദനം നൽകുന്നത് ഇപ്പോൾ നമ്മുടെ സദസ്സിലില്ലാത്ത, നമ്മുടെ കൂടെ ഇല്ലാത്ത നമ്മുടെ പ്രിയങ്കരനായ അധ്യാപകൻ സ്മരിക്കാൻ വേണ്ടിയാണ്. വളരെ അത്രയൊന്നും ചുറ്റുപാടുകളില്ലാത്ത ഒരു അവസരത്തിലാണ് നമ്മൾ ഈ പ്രീ ജീവിതം നമ്മൾ ആരംഭിക്കുന്നത്. നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ എന്ത് എടുക്കണം എന്നതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ നമ്മൾ സിക്കയിൽ ചേർന്നതാണ് ഭൂരിപക്ഷം. അങ്ങനെയാണ് 4th ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ 4th ഗ്രൂപ്പിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. 4th ഗ്രൂപ്പിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. 4th ഗ്രൂപ്പ് മാത്സ്, കൊമേഴ്സ്, എക്കണോമിക്സ്. ഈ 4th ഗ്രൂപ്പിൽ വന്നിട്ട് എൻ്റെ വ്യക്തിപരമായ ഒരിതാണ്. മാത്സ് എന്ന് പറയുന്നത് അതിനോട് വലിയ താല്പര്യമുള്ള വിഷയമാണ് എനിക്ക്. മാത്സ് എന്ന് പറയുന്നത് SSC വരെയുള്ളത്.
പക്ഷേ മാത്സ് ഗ്രൂപ്പ് നമുക്ക് മറ്റുള്ള മാത്സ് ഗ്രൂപ്പ് എല്ലാം ഉണ്ട്, ഒരു മാത്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് നമ്മുടെ മേധാധ്യാപകനായ ഹർഷൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ സ്വമേധയാ ആ അധ്യാപകനെ കുറിച്ച് ഇപ്പോഴും എനിക്ക് ഓർക്കുകയാണ്. അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മേധാധ്യാപകന്റെ ആ ഇത് അതിലങ്ങ് ലയിച്ചു ചേർന്നുകൊണ്ട് ആ ഒരു പ്രോബ്ലം എഴുതി കഴിയാണ് ബോർഡിലേക്ക്. എന്നിട്ട് ഹർഷൻ മാസ്റ്റർ പറയാ, ഇവനെ ഞാൻ അങ്ങോട്ട് ശരിയാക്കും, ഇവനെ നമുക്ക് ശരിപ്പെടുത്തണം ക്ലാസ്. അങ്ങനെ ആ ഹർഷൻ മാസ്റ്റർ മുഖം, ഹർഷൻ മാസ്റ്ററുടെ ക്ലാസ്, അദ്ദേഹത്തിന്റെ വീട് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ പോയി അദ്ദേഹത്തിന്റെ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തു വന്നു. അങ്ങനെ മാത്സിനോട് താല്പര്യം ജനിച്ചു. പക്ഷേ ഈ മാത്സിനോട് താല്പര്യം ജനിച്ചതുകൊണ്ട് ഇവിടെയുള്ള കോളേജുകൾ നമുക്ക് എടുത്ത് നോക്കിയാൽ മാത്സ് മാത്രം, മാത്സ് ഉണ്ടെങ്കിൽ അത് ഫിസിക്സും കെമിസ്ട്രിയും വേണം. നമ്മുടെ മാത്സ് മാത്രമേ ഉള്ളൂ, സബ് എടുക്കാനില്ല. പിന്നെ ഒരുപാട് ഗവേഷണം നടത്തിയപ്പോഴൊക്കെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ ഇതില്ലാത്ത കാലിക്കറ്റ് ഉണ്ട് എന്ന് കാണുകയും മാത്സും അതിനോട് നിൽക്കുന്ന മാത്തമാറ്റിക്കൽ എക്കണോമിക്സും ആസ്ട്രോണമി സബ്ജക്റ്റായിരുന്നു ഞാൻ മാത്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കൊടുങ്ങല്ലൂർ ആസ്മാബി കോളേജിലാണ് ഈ കോഴ്സുകൾ. അങ്ങനെ മാത്സോടുള്ള താല്പര്യത്തോടുകൂടി മാത്സ് കൈകാര്യം ചെയ്യുകയും ഞാൻ മാത്സ് അധ്യാപകനായി തിരുവള്ളൂർ ശാരീരിക ഹൈസ്കൂളിൽ സ്കൂൾ 10-34 കൊല്ലക്കാലം വർക്ക് ചെയ്യുകയും ചെയ്തു. ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാൻ അറിയാത്ത, പറഞ്ഞ തീരാത്ത അത്രയും ഉള്ള ഒരു അധ്യാപക ശ്രേഷ്ഠന്മാരെയാണ് നമുക്ക് ലഭിച്ചത്. അതിന്റെ ഉത്തമോദാഹരണമാണ് നമ്മുടെ പ്രിയങ്കരനായ ഹർഷൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ വിലയിരിക്കുന്ന എല്ലാ നമ്മുടെ പൊതുജനങ്ങൾക്കും എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ CKG കോളേജ് 1976 അന്ന് പിന്നെ രണ്ടാമത്തെ ബാച്ചായിട്ടാണ് വരുന്നത് 76. അപ്പോൾ ഈ കോളേജ് അന്ന് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഉപരിപഠനം നിന്നുപോയി. കാരണം SSLC വളരെ മാർക്ക് കുറവ്. അപ്പോൾ എങ്ങനെയോ വന്ന് ഉരുണ്ട് വീണ് എന്നേ പറയൂ, 243 മാർക്ക്. അപ്പോൾ ഇവിടെ വന്ന് അപ്പോൾ ഞാൻ കൂടുതൽ കുട്ടികളുടെ അന്വേഷണം, എല്ലാവർക്കും മാർക്ക് കുറവാണ്. 220 വരെയുള്ളവർക്കൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അന്ന് സെലക്ഷൻ. TC മാധവ് പണിക്കർ സാറാണ് അന്ന് ചേർത്ത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച് അതിൽ മുഴുവൻ ഏതാണ്ട് 90% ആളുകൾക്കും ജോലി കിട്ടി. കാരണം മാർക്ക് കുറഞ്ഞുകൊണ്ടും ഇവരുടെ അധ്യാപകന്മാരുടെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു ഹൈസ്കൂൾ പഠനം പോലെയായിരുന്നു അന്നത്തെ പഠനം. ഉദാഹരണത്തിന് അന്ന് കൃഷ്ണകുട്ടി ഭാഷ ഞാൻ 4th ഗ്രൂപ്പിലാണ് കൺഫ്യൂഷൻ കിട്ടി. ഏത് കിട്ടണമെന്നില്ല, ഏതെങ്കിലും കിട്ടിയാൽ പഠിക്കാന്നുള്ളൊരു ഇതില്ല. അപ്പോൾ 4th ഗ്രൂപ്പ് കിട്ടി. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ഇതുണ്ട്, ജഗന്നാചാരി സ്കൾപ്ചർ എന്തോ. ഇപ്പോൾ സാറ് ഇങ്ങനെ ക്ലാസ്, ഞാൻ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു വികൃതല്ല, എല്ലാവരും വർത്താൻ സാറ് കൈയോടെ പിടിച്ചു. കൃഷ്ണൻ എന്താ ജഗന്നാചാരി സ്കൾപ്ചർ, അതിൻ്റെ മലയാളം ഒരു ജഗന്നാചാരി ഒരു ശില്പിയായിരുന്നു. അത് കൂടാതെ സ്കൾപ്ചർ വോസ് എന്നുള്ള അർത്ഥം പറയുന്നത്, സ്കൾപ്ചർ ശരിക്കും വോസ് എന്നുള്ള അർത്ഥം പറയുന്നത് എനിക്കറിയാം. 100 കുട്ടികളുടെ മുമ്പിൽ വോസ് എന്നുള്ള അർത്ഥമില്ലാത്തൊരു വിദ്യാർത്ഥി +2 റെഡിയിൽ വരിക എന്ന് പറഞ്ഞാൽ ഞാൻ വേർത്തു. നെക്സ്റ്റ് അമ്പെങ്കിൽ 5 കുട്ടികൾക്ക് അറിയാം. അപ്പൊ എനിക്ക് എന്തായി, ഞാൻ മാത്രം മോശക്കാരനല്ല എന്ന്. അങ്ങനത്തെ ഞാൻ ഇവിടുന്ന് ഒരു 52% മാർക്കോട് കൂടി റെഡിയിൽ പാസ്. കാരണം പഠിക്കാൻ തോന്നി, അതുകൊണ്ടാണ് മാഷുണ്ടായ ഒറ്റ വർത്താൻ എന്തിനാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ സ്റ്റാഫ് റൂം പോയി അന്ന് ഉച്ചക്ക് മാഷ് മാത്രമുള്ള സ്ഥലത്ത് പോയി, സാർ എനിക്ക് അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, എന്നോട് അറിഞ്ഞ് കൂടുതൽ അടിക്കണം. നമ്മൾ ഹൈസ്കൂളൊക്കെ പഠിക്കാൻ ഇംഗ്ലീഷ് ഭാഷ സഹായിക്കും, അതൊക്കെ വാങ്ങി പഠിക്കുമോനെന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തര പഠനത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് ഈ നിലയിലായത്. ഇവിടുന്ന് പ്രീ-ഡിഗ്രി കഴിഞ്ഞു. പിന്നെ എന്നതിന് ശേഷം മടപ്പള്ളി ഡിഗ്രിക്ക് നേരത്തെ കിട്ടി, മാർക്കുള്ളതുകൊണ്ട് അവിടെ കിട്ടി. അപ്പോൾ അവിടെ എത്തി.
അപ്പോൾ അവിടുന്ന് CK അബ്ദുൽ ഖാദർ അധ്യാപകൻ, നല്ലൊരു ഹിസ്റ്ററി അധ്യാപകൻ. അയാൾ ക്ലാസ് എടുത്തിട്ട് രാവിലെ വന്നോട് പറയും, കുട്ടികളെ നിങ്ങൾക്കൊക്കെ 18 വയസ്സ് കഴിഞ്ഞു, എല്ലാവരും PSCക്ക് അപേക്ഷിക്കണം, എങ്കിലേ ഒരു ജോലി കിട്ടും, അല്ലാണ്ട് നിങ്ങൾ പഠിക്കുന്നതനുസരിച്ച് ജോലി കിട്ടില്ല. എന്താണ് PSC എന്ന് പോലും ഒന്നും അറിയില്ല. അങ്ങനെ മാഷ് പറഞ്ഞത്. അങ്ങനെ ആദ്യമായിട്ട് അയച്ചു. അപ്പോൾ ആ PSCയിലാണ് എനിക്ക് നിയമനം കിട്ടിയത്. ഫസ്റ്റ് PSC തന്നെ കിട്ടി. അങ്ങനെ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് നമ്മളുടെ കൂടെ ശാന്ത, പിന്നെ അങ്ങനെ AK ബാലകൃഷ്ണൻ, അങ്ങനെ ഇവരൊക്കെ നമ്മൾ ക്ലാസ്സിൽ AK ബാലകൃഷ്ണൻ വേറെ ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇവർ ക്ലാസ് കാണുന്നു. അപ്പൊ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്കൊക്കെ TTC കിട്ടിപ്പോയി. കുറെ ആളുണ്ടല്ലോ, ഒരിക്കലും കിട്ടിപ്പോയല്ലോ, എനിക്കെന്തുകൊണ്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഈ അപേക്ഷ കൊടുക്കണമെന്നുള്ളൊന്നും അറിയില്ലല്ലോ. അത്രയും ഒരു കുഗ്രാമത്തിലാണ് ഞാൻ ഇളമ്പിലാടുന്നത്. അങ്ങനെ അബ്ദുൽ ഖാദർ മാഷെടുത്ത് പോയി, അത് സാറിന് എനിക്ക് BEd പോകണം, ഒരു TTC ആണ്, എനിക്ക് അതിൽ കൂടുതൽ പഠിക്കാതെ. അങ്ങനെ തീവ്രമായി പഠിച്ചു. BEd സെലക്ഷൻ അത് അതെ നമ്മളുടെ അന്നമ്മ മാറ്റി ഞങ്ങൾ ഒന്നിച്ച് ഇവിടുന്ന് ഡിഗ്രി അവിടെ ചെന്ന് BEd നോക്കും അവിടെ. അങ്ങനെ ഞങ്ങൾ 5 വർഷം ഒന്നിച്ച് പോയി. അങ്ങനെ BEd കഴിഞ്ഞ് വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ്, നേരത്തെ കല്യാണം കഴിഞ്ഞു, 22ാമത്തെ വയസ്സ് കല്യാണം കഴിഞ്ഞു. കാരണം വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് കൊണ്ടൊന്ന് അച്ഛൻ ഒരു അറേഞ്ച് ചെയ്തതാണ്. കല്യാണം കഴിച്ച് 2-3ാമത്തെ മാസമാണ് എനിക്ക് PSC അന്ന് എഴുതിയ പരീക്ഷയുടെ ജോലി കിട്ടി. അങ്ങനെ ജോലി കിട്ടി 1 വർഷം വടകര. അപ്പോൾ വടകര ഇരിക്കുമ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു വരുന്നവര് ചന്ദനപ്പറമ്പിൽ അറിയാമെന്ന് ചോദിച്ചു. എനിക്കറിയില്ല,